ഹലോ എവരിവൺ, ഐ എം കരുണാകരൻ. ജൂൺ 10 തന്നെ നിങ്ങളുടെ കോളേജ് കോഴ്സ് ലിസ്റ്റ്, കോളേജ് റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്നാണ് കേൾക്കുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജും കോഴ്സും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത സ്റ്റെപ്പ്. റാങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് റാങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ കൊടുത്തിരിക്കുന്ന ആ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്നാണ് നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന എൻജിനീയറിംഗ് കോളേജും കോഴ്സും കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കുക. അപ്പോഴാണ് നിങ്ങളുടെ കോളേജ് നിങ്ങളേതാണെന്നുള്ളത് അറിയാൻ പറ്റുക. കീം റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കോളേജും കോഴ്സും അതിൻ്റെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടായിരിക്കും. ചിലരുടെ പണിയൊന്നല്ല, നന്നായിട്ട് മെനക്കെടേണ്ടി വരും. ഇടയ്ക്ക് ഏതെങ്കിലും തവണ കോളേജ് കുടുങ്ങിപ്പോയാൽ കമ്പ്യൂട്ടർ നേരെ അത് പിടിച്ചിട്ട് നിങ്ങൾക്ക് തരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യാം. ഒരു കഴിഞ്ഞ ദിവസം ഒരു ഗവൺമെൻറ് കോളേജസ്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ്, ഗവൺമെൻറ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ്, ഇതിൻ്റെയൊക്കെ നല്ല റാങ്ക് ലിസ്റ്റ് സാർ ഉണ്ടാക്കി തന്നു. എന്നാൽ ഇവയെല്ലാം ചേർത്തിട്ടൊരു കൺസോളിഡേറ്റഡ് ലിസ്റ്റ് തയ്യാറാക്കി തരുമോ എന്നുള്ള ഒരു പാരൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. തിരുത്തലുകൾക്ക് ശേഷം ഞാൻ അംഗീകരിച്ച ഒരു വിദ്യാർത്ഥിയുടെ ഫൈനൽ കോളേജ് ലിസ്റ്റ് ഒന്ന് കണ്ടോളൂ. കൊള്ളാം, അത് നന്നായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഈ ലിസ്റ്റ് ഒന്ന് ക്രമീകരിക്കുക. അത് എടുത്തതിന് ശേഷം നിങ്ങളുടെ നോക്കിയിട്ട് പോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അത് ശരിയാണോ എന്ന് നോക്കുക. ഡു ഇറ്റ് നൗ ഇറ്റ് സെൽഫ്. കാത്തു നിൽക്കേണ്ട, അത് വെച്ചിട്ട് അടുത്ത് ഉണ്ടായിക്കോളും നിങ്ങളുടെ കോളേജ് ലിസ്റ്റ്. ഇപ്പോൾ കോളേജ് ലിസ്റ്റ് ശരിയായില്ലേ, സമയമെടുത്ത് ചെയ്യണേ, നല്ല കാര്യം ശരിയാവുള്ളൂ. മറ്റൊരു വിദ്യാർത്ഥി അക്ഷയ അയച്ചു തന്ന് കാണുക. എനിക്ക് ശരിക്കും അതൊന്നും വായിച്ചാൽ മനസ്സിലാകുന്നില്ല. ഞാൻ അങ്ങോട്ട് ചൂടായ സമയത്ത് നന്നായിട്ടൊരു ഓപ്ഷൻ ലിസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. നന്നായിട്ടുണ്ടല്ലേ കാണുമ്പോൾ? നമുക്ക് ആ ഓപ്ഷൻ ലിസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. കൂടെ പോന്നോളൂ. ഈ ലിസ്റ്റ് പ്രിൻ്റ് എടുത്ത് മുന്നിൽ വെക്കണേ. എന്നിട്ട് വേണം നമുക്ക് ചർച്ച തുടങ്ങാൻ. അവിടെ വെച്ചോളൂ. പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് ബാക്കി പിന്നെ ചെയ്താൽ മതി. ഇതിനൊന്നും പിശുക്ക് കാണിക്കല്ലേ, ടൈം എടുത്ത് ചെയ്യുക. വി ഡിസ്കസ്. അക്ഷയ് ഓപ്ഷൻ 4 കൊടുത്തിരിക്കുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. 4 നോക്കിക്കോളൂ റാങ്ക്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇയർലി ഫീസ് 35,000 രൂപയാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്. അതേസമയത്ത് അടുത്ത ഗവൺമെൻറ് കോളേജാണെങ്കിൽ 10,000-ൽ താഴെ വരുള്ളൂ. അവന് വേണമെങ്കിൽ MA കോളേജ് കൊടുക്കായിരുന്നു, അതിൻ്റെ 4ാമത്തെ, അല്ലെങ്കിൽ RIT കൊടുക്കായിരുന്നു, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൊടുക്കായിരുന്നു, അല്ലെ NSS പാലക്കാട് കൊടുക്കായിരുന്നു. അതൊന്നും കൊടുക്കാതെ അവൻ കൊടുത്തിരിക്കുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഫുൾ ഫീസ് കൊടുത്തിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. പോസ്റ്റ് ചെയ്തിട്ട് നോക്കിക്കോളൂ. ഇനി റാങ്ക് 7 നോക്കിക്കോളൂ. റാങ്ക് 6 വരെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കൊടുത്തതിന് ശേഷം റാങ്ക് 7 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് അവൻ കൊടുത്തിരിക്കുന്നത് ECE ആണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. കണ്ടില്ലേ ECE കൊടുത്തത്? കാരണം അക്ഷയ പറയുന്നത് NSSലോ GEC കണ്ണൂരിലോ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതിലും നല്ലത് ഫാർ ബെറ്റർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നതാണത്രേ. അതാണ് 7ാം സ്ഥാനത്ത്. അക്ഷയ് കോഴ്സിനല്ല കോളേജിന് പ്രാധാന്യം കൊടുത്തു. ശ്രദ്ധിക്കണേ, യു ഹാവ് ടു അറേഞ്ച് ലൈക്ക് ദിസ് യുവർ. ആടെ എത്തുന്ന സമയത്ത് കോഴ്സിനല്ല കോളേജിനാണ് കൊടുക്കേണ്ടത്. കണ്ണൂർ പോയിട്ട് പഠിക്കുന്നതിലും CETയിൽ പഠിക്കുമ്പോൾ അവിടുത്തെ മിടുക്കന്മാരുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൂപ്പറായിരിക്കും. വേറൊരു ലെവലിലേക്ക് പോകും നിങ്ങൾ. അപ്പോൾ അടുത്തത് അവൻ കോളേജ് കോഴ്സിന് ഇതെല്ലാം നല്ല ഹോംവർക്ക് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു അക്ഷയ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഓപ്ഷൻസ് 10ലേക്ക് നോക്കുക. 10 മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഫുൾ ഫീ ആണ് അവൻ കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫുൾ ഫീ എന്ന് പറഞ്ഞാൽ 75,000 രൂപ വരും ഒരു കൊല്ലത്തേക്ക്. സ്റ്റിൽ ഹി പ്രിഫർ ദാറ്റ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്ലേസ്മെൻറ്റ് അത്രയ്ക്ക് കൂടുതലാണ്. 75,000 രൂപ വെച്ചിട്ട് 4 വർഷം, അവൻ പറയുന്നത് 75,000 രൂപ വെച്ച് 4 വർഷം ഫീസ് കൊടുത്താൽ 3 ലക്ഷം റുപ്യ വരിക. ബാങ്ക് ലോൺ എടുത്താൽ എന്താ, അവൻ്റെ കണക്കൂട്ടൽ അങ്ങനെയാണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്നാൽ 4ാം വർഷത്തിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 12 lakhs പെർ ആനം, ഇരട്ടി മാസത്തിൽ 12 lakh കിട്ടുന്ന ശമ്പളം കിട്ടുന്ന ജോലിയിലേക്ക് കയറാൻ പറ്റും അത്രേ. അവിടുത്തെ നല്ല മിടുക്കരായ വിദ്യാർത്ഥികളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണെന്ന് അക്ഷയ് പറയുന്നത്. അവൻ കണ്ട് പഠിച്ചതാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. CET പോലെയല്ല. CET അടിച്ചും എല്ലാ കളിയും കളിച്ചിട്ട് വളരുന്നതാണ്.
അടിയും പിടിയും രാഷ്ട്രീയം എല്ലാതും ഉണ്ട്. മോഡൽ എഞ്ചിനീയറിംഗ് അതല്ല, ഇന്ന് വരെ ഒരു സമരം പോലും നടക്കാത്ത കോളേജാണ്. എൻറ്റയർലി ഡിഫറെൻറ്റ്, സൂപ്പർ. ഇനി അക്ഷയ് ചെയ്ത 20 വരെയുള്ള ഓപ്ഷനുകളാണ് ഞാനിവിടെ കാണിച്ചത്. മൊത്തത്തിൽ 50 അധികം ഓപ്ഷൻസ് അവൻ അയച്ചു തന്നിട്ടുണ്ട്. ഇതുപോലൊരു പ്രയോറിറ്റി ലിസ്റ്റ്, ഓപ്ഷൻ ലിസ്റ്റ് നിങ്ങളും തയ്യാറാക്കിക്കോളൂ. അതിൽ നല്ലത് അയച്ചോളൂ എനിക്ക്, പക്ഷേ നല്ലത് മാത്രം എടുത്തിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യാം. ഇതിലൂടെ ഞാൻ ഒരു കീം റാങ്ക് പ്രഡിക്റ്റർ കാണിക്കുന്നുണ്ട്. കീം റാങ്കും 12th PCMൻ്റെ നോർമലൈസ്ഡ് മാർക്കും ചേർത്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഏത് റാങ്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഒരുവിധം ശരിയായിരിക്കും. ഒന്ന് ശ്രമിച്ച് നോക്കുക. എന്തായാലും അടുത്ത ദിവസം ഫുൾ റാങ്ക് വരികയും ചെയ്യും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ്. ഒരു ഹോംവർക്കും ചെയ്യാതെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നവൻ ഏത് കോളേജിൽ പഠിക്കണം എന്നുള്ളത് തീരുമാനിക്കുക ഇൻ്റർനെറ്റ് കഫേക്കാരനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. കാരണം തിരക്കിട്ടിട്ട് അവിടെ പോയി കഴിയുമ്പോൾ അവൻ ചെയ്തു തരും നിങ്ങൾക്ക് കോളേജിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പോൾ അവൻ നിങ്ങളുടെ ഇഷ്ടമല്ല, അവൻ്റെ ഇഷ്ടത്തിനുള്ള കോളേജിൽ നിങ്ങൾ പോകേണ്ടി വരും. അപ്പോൾ സീരിയസായി ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാവുന്നവർ മാത്രം എനിക്ക് അയച്ചു തരിക. എത്രയും സമയമെടുത്ത് ശ്രദ്ധയോടെ ചെയ്യുന്നവർ മാത്രം അയച്ചാൽ മതി. പിന്നെ ഓക്കെ, ഡിസിഷൻസ് യു മേക്ക് നൗ will echo in your future. Thank you friends. See you again.